السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الموت باب وكل الناس داخله فليت شعري بعد الباب ما الدار. الدار جنة خلد إن عملت بما يرضي الإله وإن قصرت فالنار. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, മരണാനന്തരം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ ഒരു വിഷയം നമ്മളാരും കേൾക്കാത്തവരോ പറയാത്തവരോ അറിയാത്തവരോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പച്ചയായി അനുഭവിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചുള്ള ചില ചിന്തകൾ മാത്രം കൈമാറാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. പ്രധാനമായും ഒരു മനുഷ്യൻ 4 ലോകങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. അതിലൊന്നാമത്തെ ലോകമാണ് ആലമുൽ അർവാഹ് എന്ന് പറയും, അഥവാ ആത്മാക്കളുടെ ലോകം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുതുകിൽ നിന്ന് ലോകത്ത് വരാനുള്ള മുഴുവൻ ആളുകളുടെയും ആത്മാക്കളെ അള്ളാഹു പുറത്തെടുത്തു എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശങ്ങൾ കാണാം. വിശദമായ വിവരങ്ങൾ ഹദീസുകളിലും. وَإِذَ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് ആരൊക്കെ വരാനുണ്ടോ മനുഷ്യനായിട്ട് അന്ത്യനാൾ വരെയുള്ള വരാൻ പോകുന്ന മുഴുവൻ തലമുറകളുടെയും ആത്മാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് പുറത്തെടുക്കുകയും അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് അള്ളാഹു എല്ലാ ആത്മാക്കളോടും ചോദിച്ചിട്ടുണ്ട്, നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദന, നമ്മളൊക്കെ പറഞ്ഞു അതെ ഞങ്ങളുടെ റബ്ബാണ് അള്ളാഹു എന്ന്. നമ്മളൊക്കെ സമ്മതിച്ചു കഴിഞ്ഞ വിഷയമാണത്. അപ്പൊ അങ്ങനെ ഒരു ലോകം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ആത്മാക്കളുടെ ഒരു ലോകമുണ്ടവിടെ. അവിടെ പ്രത്യേകിച്ച് കർമ്മങ്ങൾ ചെയ്യാനില്ല, അമലുകൾ ചെയ്യാൻ അവസരമില്ല. എല്ലാവരും ഈ ലോകത്ത് വരാനുള്ള മുഴുവൻ ആത്മാക്കളെ ഇപ്പോഴേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ആലമുൽ അർവാഹിൽ അവർ നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമലൊന്നും ചെയ്യാനില്ല, വിശദാംശങ്ങൾ നമുക്കറിയുകയുമില്ല. എന്നാൽ സഹോദരന്മാരെ, അതെല്ലാം കഴിഞ്ഞ് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമാകുമ്പോൾ ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞു ശരീരം രൂപപ്പെടുന്നു. ആ കുഞ്ഞു ശരീരത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട സമയം പൂർത്തിയാകുമ്പോൾ ഹദീസിൽ വന്നത് പ്രകാരം 4 മാസം കഴിയുമ്പോൾ മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ആ ആത്മാവിനെ ആ മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞു ശരീരത്തിലേക്ക് ആ മലക്ക് കൊണ്ടുവന്ന് സന്നിവേശിപ്പിക്കുന്നു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സമയം മാതാവിൻ്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞുകൂടുന്നു. ചില ആളുകൾക്ക് അപ്പോൾ തന്നെ ആയുസ് തീരുന്നു, ചാപ്പിള്ളയായി പിറന്നു വീഴുന്നു. ചില ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ കുറച്ചു കാലം ജീവിക്കാൻ സമയം നീട്ടിക്കൊടുക്കുന്നു. നിങ്ങൾ നോക്കൂ, ആ ആത്മാവും ശരീരവും പിന്നെ ഒന്നായി ജീവിക്കുകയാണ്. ആദ്യം ആത്മാവ് മാത്രമേ ഉള്ളൂ, പിന്നെയോ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ശരീരത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കുമ്പോൾ ആത്മാവും ശരീരവും ഒന്നായി തീരുകയാണ്. നിശ്ചയിക്കപ്പെട്ട സമയം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ശരാശരി 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും എന്നാണ് പറയാറുള്ളത്. അത് പൂർത്തിയാകുമ്പോൾ ആ ആത്മാവും ശരീരവും ഒന്നിച്ച് ഈ ആലമുൻ ദുനിയ, ഈ ലോക ജീവിതം അല്ലെങ്കിൽ ഇഹലോക ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഈ ആലമു ദുനിയയിലേക്ക് അവൻ പിറന്നു വീഴുകയാണ്, ശരീരവും ആത്മാവും ഒന്നിച്ചുകൊണ്ട്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഈ ലോകത്ത് എത്തിപ്പെട്ടത്. ഇവിടെ എത്ര കാലം ഈ പറയുന്ന ഞാനും നിങ്ങളും ഉണ്ടാകുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഈ ലോകത്ത് എത്ര കാലം ശരീരവും ആത്മാവും ഒന്നിച്ചുള്ള പ്രയാണമുണ്ടാകും എന്നത് അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത്രയും കാലം നമ്മളിവിടെ ജീവിച്ച് തീർക്കുന്നു. ആ കാലാവധി എന്നാണോ അവസാനിക്കുക, അന്ന് ആത്മാവും ശരീരവും നേരത്തെ യോജിച്ചത് വീണ്ടും അതാ വേർപിരിയുന്ന അവസ്ഥ വരും. അല്ലേ? മാതാവിനെ ഗർഭാശയത്തിൽ വെച്ചാൽ കൂടിയത് നമ്മൾ പറഞ്ഞു. ആ കൂടിയതിന് അള്ളാഹു ആ ആത്മാവിനെ മറ്റൊന്നാക്കി മാറ്റും. ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മളൊക്കെ മരണം എന്ന് വിളിക്കാറുള്ളത്. അതോടുകൂടി തന്നെ അയാളുടെ ഖിയാമത്ത് ആരംഭിക്കുകയാണ്. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അയാളുടെ കാഴ്ചകളും അയാളുടെ കേൾവികളും അയാളുടെ അനുഭവങ്ങളുമൊക്കെ മറ്റൊരു ലോകത്തേക്ക് വേണ്ടി യഥാർത്ഥത്തിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. നോക്കിയാൽ എത്താത്ത ദൂരത്ത് ആയിരക്കണക്കാണ് വരുന്ന മലായിക്കത്തുകൾ വന്ന് തമ്പടിക്കുകയും റൂഹിനെ പിരിച്ചു കൊണ്ടുപോകുന്ന മലക്കുൽ മൗത്തിനെ അവർ കാത്തു നിൽക്കും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അയാൾ പല കാഴ്ചകളും പിന്നെ കാണും. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഈ ലോകവുമായുള്ള ബന്ധം അയാൾ വിടും. പിന്നെ വേറെ കുറെ കാഴ്ചകൾ, വേറെ കുറെ കേൾവികൾ, വേറെ കുറെ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകളുടെ കണ്ണിങ്ങനെ തിരിഞ്ഞ് നമുക്ക് കാണാം. അയാളുടെ കാഴ്ചകൾ മാറി പല മലക്കുകളെയും ഇതുവരെ കാണാത്ത പേടിപ്പെടുത്തുന്ന കുറെ കാഴ്ചകൾ പിന്നെ അയാൾ കാണും. കുറെ കേൾവികൾ, നമ്മളൊന്നും കേൾക്കാത്ത കുറെ കേൾവികൾ അയാൾ കേൾക്കും. അങ്ങനെയുള്ള ഒരു ലോകം അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ദുനിയാവിൽ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ അതൊന്നും കേൾക്കില്ല. അയാൾ കേൾക്കുന്നതൊന്നും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അയാൾ കാണുന്നതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അയാൾ അനുഭവിക്കുന്ന വേദനയോ അയാളുടെ അനുഭവമായ അയാളുടെ വികാരമായ സന്തോഷമോ സംതൃപ്തിയോ ഒന്നും ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അനുഭവിക്കാൻ കഴിയില്ല.
നമ്മൾ ഒരുപക്ഷെ ആ മരിച്ചയാളുടെ ആ ശരീരത്തിന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ വന്നു നിൽക്കും. ആ ഭൗതികമായ ശരീരത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കും, കുറെ സങ്കടപ്പെടും. അടുത്ത ബന്ധുക്കളാണെങ്കിൽ ചിലപ്പോൾ കരയും എന്നതല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് റോളൊന്നുമില്ല, വേറെയൊന്നും നമ്മൾ അറിയുന്നുമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. തൊണ്ടക്കുടിയിലേക്ക് മരണം വന്നെത്തുമ്പോൾ നിങ്ങളൊക്കെ അത് ആ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. എന്നിട്ട് അല്ലാഹു പറയാ, വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾ കാണുന്നില്ല, നാം നിങ്ങളുടെ അടുത്തുണ്ട് എന്നാണ് അല്ലാഹു പറയാ. നമ്മുടെ മലക്കുകൾ നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷേ നിങ്ങൾ അതിനെ കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. ഈ മരണത്തിനോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് കടപ്പാടില്ലാത്തവരായിരുന്നു നിങ്ങളെങ്കിൽ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ആ ഒരു ജീവിതത്തെ, ആ ഒരു ജീവനെ നിങ്ങൾ മടക്കി കൊണ്ടുവരണം എന്ന് അല്ലാഹു ആവശ്യപ്പെടുന്നു. അപ്പോൾ സഹോദരന്മാരെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാഴ്ചയാണ്, മറ്റൊരു കേൾവിയാണ്. അത് അയാൾക്ക് മുമ്പിൽ വേറെ ഒരു ലോകം തന്നെ, വേറെ ഒരു മറ അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതോടുകൂടി അയാൾക്ക് ആ മറ തുറക്കപ്പെടുന്നതോടുകൂടി ദുനിയാവിലെ കാഴ്ചകൾ, ദുനിയാവിലെ കേൾവികൾ, ദുനിയാവിലെ എല്ലാ വ്യവസ്ഥകളും ക്രമങ്ങളും അനുഭവങ്ങളും അവിടെ അടക്കപ്പെടുന്നു. പിന്നെ അയാൾക്ക് ദുനിയാവിലെ കാഴ്ച കാണാൻ കഴിയില്ല. ഒരാൾ മരിച്ചാൽ പിന്നെ അയാൾക്ക് ദുനിയാവിലെ ഒരു ശബ്ദവും കേൾക്കാൻ കഴിയില്ല, ദുനിയാവിലെ ഒരു അനുഭവങ്ങളും അയാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. കാരണം ദുനിയാവിലെ കാഴ്ച ഒരാൾക്ക് കാണണമോ, ദുനിയാവിലെ കേൾവി ഒരാൾക്ക് കേൾക്കണമോ, ദുനിയാവിലെ അനുഭവങ്ങൾ ഒരാൾക്ക് അനുഭവിക്കണമെങ്കിൽ ജീവൻ അത്യാവശ്യമാണ്. ജീവൻ ഉണ്ടെങ്കിലേ അത് കാണാൻ കഴിയുള്ളൂ ദുനിയാവിത്തെ വ്യവസ്ഥ പ്രകാരം. എന്നാൽ ജീവനില്ലെങ്കിലും കാണാൻ കഴിയുന്ന, ജീവനില്ലെങ്കിലും കേൾക്കാൻ കഴിയുന്ന, ജീവനില്ലെങ്കിലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ഒരു മറ, അത് മുഖേന ഒരാളുടെ മരണം മുഖേന അള്ളാഹു തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവിടുത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ദുനിയാവിത്തെ പോലെ ജീവൻ ആവശ്യമില്ല. അവിടുത്തെ കാഴ്ചകൾ കേൾക്കണമെങ്കിൽ ദുനിയാവിത്തെ പോലെ ചില കേൾവികൾ നമ്മളെ ചെവിയുടെ ആവശ്യമില്ല. അവിടുത്തെ വ്യവസ്ഥ, അവിടുത്തെ ക്രമം തന്നെ വേറെ ഒന്നാണ്. അത് മരണത്തിലൂടെ ആ ഒരു മറ തുറക്കപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹു പറയാണ്, പരലോകത്ത് ഭീകരമായ കാഴ്ചകൾ കാണുന്ന സമയത്ത് അല്ലാഹു ചോദിക്കും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇതിനെക്കുറിച്ചൊക്കെ നീ അശ്രദ്ധയിലായിരുന്നുവല്ലേ. ഫകശഫ്നാ അൻക ഗിതാഅക, ഇന്നിതാ നിന്റെ മൂടി ഞാൻ നീക്കി തന്നിരിക്കുന്നു. അപ്പൊ നമ്മളെ മുമ്പിലൊക്കെ ഒരു മൂടിയുണ്ട്, ഒരു മറണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? ആ മൂടി ഇപ്പോ ഇങ്ങനെ മൂടി വെച്ചൊക്കെയാണ്, നമ്മൾ കാണൂല. നമ്മൾക്ക് എപ്പോഴാണോ മരണം വന്നെത്തുന്ന സമയത്ത്, ആ സമയത്ത് ഫകശഫ്നാ അൻക ഗിതാഅക, നിന്റെ ആ മൂടിയെ അള്ളാഹു അങ്ങ് വെളിവാക്കുന്നു. ഫബസറുക അൽയൗമ ഹദീദ്, അന്ന് നിന്റെ കണ്ണിന് ഇരുമ്പ് പോലെ മൂർച്ചയുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ഒരു വ്യവസ്ഥയെ കുറിച്ചാണ്. മരണം വരുന്നതോടുകൂടി ദുനിയാവിലെ മറ അതാ അവിടെ നടക്കപ്പെടുന്നു, മറ്റൊരു ലോകത്തേക്കുള്ള ഒരു മറ അവിടുന്ന് തുറക്കപ്പെടുന്നു എന്നർത്ഥം. അതിനാണ് സഹോദരങ്ങളെ മരണം എന്ന് പറയാറുള്ളത്. മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവും ഉബൈദുല്ലാഹി ഇബ്നു ജർഹമിയും നടന്ന ഒരു സംഭാഷണം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവെ സന്ദർശിച്ച ഉബൈദുല്ലാഹിയോട് ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവെക്കണം, എന്നോട് തങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉബൈദുല്ലാഹി ഇബ്നു ജർഹം പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഒരാൾ വന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു അപരിചിതനായ വ്യക്തിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾക്കും അയാളെ അറിയില്ല. അങ്ങനെ അയാൾ കുറച്ചു കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായി. പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ ഞങ്ങൾ അയാൾക്ക് വേണ്ടി നിസ്കരിച്ചു, അയാൾക്ക് വേണ്ടി കഫൻ പുടവ തയ്യാറാക്കി, അയാളെ ഞങ്ങൾ ഖബറടക്കി. ഖബറടക്കുന്ന നേരത്തെ എനിക്ക് വല്ലാത്ത സങ്കടമായി. കാരണം അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തിന്റെ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ആരുമില്ല. ഈ നാട്ടിൽ വന്ന് അദ്ദേഹം മരണപ്പെടുന്നു. ആ സമയത്താണ് എനിക്കൊരു കവിത ഓർമ്മ വന്നത്. ഞാൻ ആ കവിത ചൊല്ലി, യബ്കിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു
വദൂ ഖറാബതിഹി ഫിൽ ഹയ്യി മസ്റൂറു. ഇതാണ് കവിത, അറിയപ്പെട്ട ഒരു കവിതയാണ്. യബ്കിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫു. അദ്ദേഹത്തെ അറിയാത്ത ആളുകളാണല്ലോ അദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്, അല്ലെ? അദ്ദേഹത്തെ അറിയുന്ന ആരുമില്ല, അപരിചിതനായ വ്യക്തിയാണ്. വദൂ ഖറാബതിഹി ഫിൽ ഹയ്യി മസ്റൂറു. എന്നാൽ അദ്ദേഹത്തിന് അറിയുന്ന കുടുംബക്കാർ ഇതൊന്നും അറിയാതെ സന്തോഷിക്കുന്നുണ്ടാകും എന്ന ഒരു കവിതയാണ് അദ്ദേഹം ചൊല്ലുന്നത്. ഈ കവിത ഞാൻ അല്പം ഉച്ചത്തിലാ ചൊല്ലിയത്. ആ സമയത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഈ കവിത എഴുതിയ വ്യക്തി ആരാണ് എന്ന് നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല. ഈ കവിത എഴുതിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ടു കിടക്കുന്നത് എന്നാണ്. സഹോദരന്മാരെ, അതാണ് മരണം. എപ്പോൾ എവിടെ വെച്ച് മരിക്കും എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ആ മരണം അള്ളാഹു നിശ്ചയിച്ച സമയത്ത്, നിശ്ചയിച്ച രൂപത്തിൽ, നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് ആ മരണം നമ്മളെ പിടികൂടും എന്നർത്ഥം. ഇസ്ലാമിന്റെ അധ്യാപന പ്രകാരം മരണം എന്നത് ഒരിക്കലും ഒരു അവസാനമല്ല, മറിച്ച് അതൊരു അവസ്ഥാ മാറ്റമാണ്. ഈ ലോക നശ്വരമായ, ക്ഷണികമായ, നൈമിഷികമായ, വളരെ തുലോം തുച്ഛമുള്ള ഈ ലോകത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് അനശ്വരമായ, അനന്തമായ, അറ്റമില്ലാത്ത ലോകത്തേക്കുള്ള വ്യവസ്ഥാ മാറ്റം, അതാണ് മരണം. ഇസ്ലാമിന്റെ അധ്യാപന പ്രകാരം ഒരു കവാടമാണ്, അറ്റമില്ലാത്ത ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ഒരു കവാടം. ഒരിക്കലും അത് ഒരു ഒടുക്കമല്ല, അവസാനമല്ല. അതാണ് ഞാൻ ആമുഖമായി പാടിവെച്ച ആ കവിതയിലുള്ളത്. അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു. മരണം എന്നത് കവാടമാണ്. വകുല്ലുൻ നാസി ദാഖിലുഹു. എല്ലാ മനുഷ്യന്മാരായി കൂടി പ്രവേശിക്കും, ആരും പ്രവേശിക്കാത്തവരായി ഇല്ല. അല്ലാഹു ഖുർആനിൽ 3 തവണ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. സൂറത്തുൽ ആല ഇംറാനിലും അതുപോലെ സൂറത്തുൽ അങ്കബൂത്തിലും സൂറത്തു അംബിയായിലും ഒക്കെ ആ വിഷയം കാണാൻ പറ്റും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തെ ആസ്വദിക്കും എന്നാ പറഞ്ഞത്. ഈ ആസ്വദിക്കുക, ദാഖ എന്ന അറബിയിൽ പറഞ്ഞാൽ ആസ്വദിക്കണിനാ പറയാ. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ആസ്വാദനാണ് അറബിയിൽ ദാഖ എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പൊ നോമ്പറക്കുമ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് ഉപ്പ് കൂടുതലുള്ള ഇഷ്ടമാണ്, ചിലർക്ക് ഉപ്പ് കുറവുള്ളത് ഇഷ്ടമാണ്, ചിലർക്കോ ചൂടുള്ളത് ഇഷ്ടമാണ്, ചിലർക്ക് അത്ര ചൂടുള്ളത് ഇഷ്ടമല്ല. ഓരോരുത്തരുടെ രുചിയും വ്യത്യസ്തമാണ് എന്നതുപോലെ അതേ പ്രയോഗമാണ് അള്ളാഹു മരണത്തിന് പറഞ്ഞിട്ടുള്ളത്. ദാഇഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മരണത്തിന്റെ രുചിയും ഓരോരുത്തർക്കനുസരിച്ച് വ്യത്യസ്തപ്പെടും. അവൻ നല്ലവനായി ജീവിച്ചാൽ വേദന ഇല്ലെന്നല്ല, ഏറ്റവും നല്ലവനായി ജീവിച്ചവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് പോലും വേദനയുണ്ടായി. സക്കറാത്തുൽ, മരണത്തിന് വല്ലാത്ത പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നല്ലവനായി ജീവിച്ചാലും പ്രയാസമുണ്ട്. എന്നാലോ തോന്നിവാസിയായി ഫാജിറായി ജീവിച്ചവനാണെങ്കിൽ അവന്റെ പ്രയാസം പറയേണ്ടതില്ല, ഭയങ്കരമായ പ്രയാസമായിരിക്കും എന്നാണ് ഈ കവിതയിൽ പറഞ്ഞു. അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു. മരണം എന്നതൊരു കവാടമാണ്, അതിലൂടെ എല്ലാവരും പ്രവേശിക്കും. ഫലൈത ശീരി ബഅദൽ ബാബി മദ്ദാറു. ഈ കവാടം കഴിഞ്ഞാൽ എന്റെ വീട് പിന്നെ എവിടെയായിരിക്കും? അദ്ദാറു ജന്നതു ഖുൽദിൻ ഇൻ അമിൽത ബിമാ. ഞാൻ നന്നായി പ്രവർത്തിച്ചവനാണെങ്കിൽ സ്വർഗമായിരിക്കും. യുർദിൽ ഇലാഹ്, റബ്ബിന് ഇഷ്ടപ്പെട്ട ജീവിതമാണെങ്കിൽ. അതല്ല വഇൻ ഖസ്സർത ഫന്നാറു, അല്ലെങ്കിൽ എനിക്ക് നരകമായിരിക്കും എന്ന് ആ കവിതയിൽ പറയപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമയമായി കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകും. അതാണ് നേരത്തെ തന്ന ആ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച ആത്മാവിനുണ്ടല്ലോ, അത് ഊരിക്കൊണ്ടുപോകും. അതാണ് മരണം. അത് പല രൂപത്തിൽ ഊരിക്കൊണ്ടുപോകും. വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്, ഹദീസുകളിൽ വിശദമായി ആ വിഷയം സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. വന്നാസിആതി ഖർഖാ വന്നാശിതാതി നശ്താ. വിശ്വാസിയുടെ മരണം, അവിശ്വാസിയുടെ മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവിശ്വാസികളിലേക്കാണെങ്കിൽ ഇറങ്ങി ചെന്നുകൊണ്ടാണ് അവരുടെ ആത്മാക്കളെ ഊരിയെടുക്കുക. അതിനെ സത്യം ചെയ്ത് അല്ലാഹു പറയാണ്. എന്നാൽ സത്യവിശ്വാസിയുടെ ആത്മാക്കളാണെങ്കിൽ വളരെ സൗമ്യമായി, മൃദുലമായിട്ടായിരിക്കും. അതിന്റെ ഉദാഹരണങ്ങൾ ഹദീസുകളിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിരുന്നു. അവിശ്വാസികളാണെങ്കിൽ ഒരു പഞ്ഞി നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഒരു പഞ്ഞി, ആ പഞ്ഞിയിൽ അല്പം വെള്ളം ഒഴിച്ചാൽ എന്താ അവസ്ഥ? ആ പഞ്ഞി ഒന്നുകൂടി കട്ടി കൂടും. അതിലേക്ക് നല്ല കൊളുത്തുകളുള്ള ഇരുമ്പുകൾ ഇങ്ങനെ ഇറക്കി വെച്ചാലോ, ഇറക്കി വെച്ചിട്ട് ആ കൊളുത്തുമ്മേൽ അല്ലെങ്കിൽ ആ ദണ്ടിന്മേലൊന്നും
ഒരു പഞ്ഞിയുടെ കഷ്ണം പോലില്ലാതെ പുറത്തെടുക്കാൻ എത്ര പ്രയാസമാണ്. വലിച്ചു ഊരി അതിലെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. എന്നതുപോലെയാണ് കാഫിറായ, നിഷേധിയായ, മുനാഫിഖായ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഊരിയെടുക്കുന്നതിന് രൂപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതല്ല വിശ്വാസിയാണെങ്കിലോ ഒരു കൂജയിൽ നിന്ന് വെള്ളം നിറച്ച ഒരു കൂജ അതിങ്ങനെ ചരിച്ചാൽ ആ വെള്ളം എത്ര സിമ്പിളായി, സ്മൂത്തായി, സൗമ്യമായി പുറത്തേക്ക് പോകുന്നുവോ അതുപോലെ ആത്മാക്കളെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ രൂപത്തിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോകുമ്പോൾ അതിനെ മരണം എന്ന് നമ്മൾ വിളിക്കും. അതോടുകൂടി അയാൾ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കണം. ഒന്നാമത് നമ്മൾ പറഞ്ഞ ലോകം ആലമുൽ അർവാഹാണ്. അവിടെ നിന്ന് ആലമു ദുനിയയിലേക്ക് നമ്മൾ എത്തി. സമയം കഴിയുമ്പോൾ മരണത്തിലൂടെ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്നു. അതാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ലോകം, ബർസഖിയായ ജീവിതം. അതോടുകൂടി ഭൗതികമായ കേവലമായ നമ്മുടെ ശരീരത്തെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആലമു ദുനിയയിലുള്ള കുറച്ച് ആളുകൾ കൊണ്ടുപോയി ശ്മശാനത്തിലേക്ക്, മണ്ണിലേക്ക് നമ്മുടെ ശരീരത്തെ, ബോഡിയെ ഇറക്കി വെക്കുന്നു. മണ്ണ് ആ ബോഡിയെ ഭക്ഷിക്കുന്നു. ശരീരം മണ്ണിൽ ലയിച്ചു ചേരുന്നു. നമ്മുടെ ശരീരവും മണ്ണായി മാറുന്നു. അതിനെക്കുറിച്ച് സൂറത്തു ത്വാഹയിൽ പറഞ്ഞിട്ടുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. അല്ലാഹ് പറഞ്ഞു മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹാ നുഈദുകും, സമയമാകുമ്പോൾ ആ മണ്ണിലേക്ക് നാം നിങ്ങളെ മടക്കുക തന്നെ ചെയ്യും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ, മറ്റൊരു സന്ദർഭത്തിൽ അതിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ വരാനുണ്ട്. അത് പരലോകത്ത് വെച്ചാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. സഹോദരന്മാരെ, ആത്മാവാകട്ടെ നമ്മുടെ ശരീരമാണ് മണ്ണിലേക്ക് ഇറക്കി വെച്ചത്. ആത്മാവോ അതിനെ ഊരിയെടുത്തൊക്കെയാണ്. ആ ആത്മാവത ആകാശ ലോകത്തേക്ക് ഉയർന്നു പോവുകയാണ്. നല്ല ആത്മാക്കളാണെങ്കിൽ കുറെ മലക്കുകൾ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടയുമായി ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സഹീൽ ഹദീസുകളിൽ കാണാൻ പറ്റും. അവർ സ്വർഗത്തിലെ പരിമളവുമായി, അവിടുത്തെ കഫൻ പുടയുമായി കുറെ മലക്കുകൾ വന്ന് ഈ ആത്മാവിനെ ബഹുമാനിച്ച് ആദരിച്ച് ആകാശ ലോകത്തേക്ക് യാത്രയേക്കുകയാണ്. ഓരോ ആകാശത്തിന്റെ അടുത്തെത്തുമ്പോഴും നല്ല പേരുകൾ വിളിച്ച് അവരെ അഭിസംബോധന ചെയ്യും. അങ്ങനെ അബറാറുകളാണെങ്കിൽ, നല്ല ആത്മാക്കളാണെങ്കിൽ ഇല്ലിയീനിൽ അവരുടെ ആത്മാക്കളുടെ പേര് എഴുതപ്പെടും. അതിനെക്കുറിച്ച് സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. മുഖറബീങ്ങളായ അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലായികത്തുകളുടെ സാന്നിധ്യമുള്ള ആ ഇല്ലിയീൻ എന്ന് പറഞ്ഞ ഏടുകളിൽ അവർ എഴുതപ്പെടും. എന്നാൽ കാഫിരീങ്ങളാണെങ്കിലോ ഫുജാറുകളാണെങ്കിലോ സിജീൻ എന്ന് പറയുന്ന ഏടുകളിൽ അവരുടെ ആത്മാക്കൾ പോകുമെന്നാണ്. അതിനെക്കുറിച്ചും സൂറത്തുൽ മുത്തഫിഫീൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. കല്ലാ ഇന്ന കിതാബൽ ഫുജാരി ലഫീ സിജീൻ വമാ അദ്റാക മാ സിജീൻ കിതാബും മർഖൂം വൈലു യൗമൈദിൽ ലിൽ മുകദ്ദിബീൻ. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ ആത്മാക്കൾ അങ്ങോട്ട് പോയി, നമ്മുടെ ബോഡിയാകട്ടെ നമ്മുടെ ശരീരം ഈ ഭൂമിയുടെ താഴെയിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെട്ടു. അതാണ് അല്ലാഹ് പറഞ്ഞത്, അതിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അതിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും എന്ന്. പിന്നീട് ഈ ലോകവുമായി യഥാർത്ഥത്തിൽ ആ മരണപ്പെട്ട ആളുകൾക്ക് ഒരു ബന്ധവുമില്ല. ദുനിയാവിലെ വ്യവസ്ഥ ഒന്ന്, ബർസഖി ലോകത്തെ വ്യവസ്ഥ മറ്റൊന്നാണ്. ഒന്നുകിൽ അവിടെ സുഖവും സന്തോഷവുമായിരിക്കും, അല്ലെങ്കിൽ പ്രയാസവും ദുഃഖവുമായിരിക്കും എന്ന് ഹദീസുകളിൽ കാണാം. സഹോദരന്മാരെ, അതൊരു മറയുടെ ലോകമാണ്. ഈ ബർസഖ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഖബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും ഖബർ എന്ന് പറഞ്ഞാൽ തന്നെ മറഞ്ഞു പോകുന്നത് അതിന്റെ ഭാഷാർത്ഥം. തുമ്മ അമാതഹു ഫഅഖ്ബറഹ് എന്ന് സൂറത്തു അബസയിൽ കാണാൻ പറ്റും. എന്താ അതിന്റെ അർത്ഥം? മറഞ്ഞു പോകുന്ന ഭാഷാർത്ഥം തന്നെ. ബർസഖ് എന്ന് പറഞ്ഞാലും മറാന്നർത്ഥം. അഥവാ ഈ ആലമു ദുനിയയിൽ നിന്ന് പോയി ആലമുൽ ആഖിറക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു മറയുടെ ലോകം, അതാണ് ബർസഖ്. അതിനാണ് ബർസഖ് എന്ന് പറയാറുള്ളത്. സഹോദരന്മാരെ, അത് മറയുടെ ലോകമാണ്. ഈ ദുനിയാവിൽ തന്നെ നമുക്ക് മറല്ലേ, ഒരുപാട് മറകളുണ്ട്. ഇപ്പൊ നമ്മള് ഭാഷകൾ അറിയാത്ത ഒരാൾ, ഇപ്പൊ രണ്ട് ഹിന്ദിക്കാർ തമ്മിൽ സംസാരിക്കണം വിചാരിക്കും.
ഇപ്പൊ ഇന്ത്യ അറിയാത്ത നമ്മളിങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കണ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവില്ല. കുറെ ശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടും. നമ്മൾ ഉച്ചരിക്കുന്ന അതേ ശബ്ദമാണ് അവരും ഉച്ചരിക്കുന്നത്. പക്ഷെ ആ തർത്തീബിൽ, ആ ഘടനയിൽ മാറ്റം വന്നപ്പോൾ തന്നെ നമുക്കൊന്നും മനസ്സിലാവണം. അങ്ങനെയല്ലേ? ഒരു ഇംഗ്ലീഷ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. അപ്പൊ അയാൾ ഉച്ചരിക്കുന്ന ഒരേ വാക്ക് അതല്ലെങ്കിൽ ഒരേ അക്ഷരമാണ് അയാളുടെ വായിൽ നിന്നും പുറപ്പെടുന്നത്. പക്ഷേ തർത്തീബില്, ഘടനയിലൊന്ന് വ്യത്യാസം വന്നപ്പോൾ തന്നെ ഒന്നും മനസ്സിലാവണില്ല നമുക്ക്. അല്ലേ? നമ്മളെ ദുനിയാവിലത്തെ ഉദാഹരണങ്ങൾ നിങ്ങൾ എടുത്തു നോക്കി. നമ്മളെ വാട്സപ്പിൽ നമ്മൾ ഒരേ ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാർ, ഒരു ഗ്രൂപ്പിൽ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യണം, മറ്റേ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വല്ലതും അറിയണ്ടോ? ഇതൊരു മറയാണ് അല്ലേ? ചിലപ്പോൾ അയാളും ഓൺലൈൻ ഉണ്ടാവും, എന്നാലും നമ്മൾ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന അയാൾ അറിയണില്ല. കാരണം അതൊരു ദുനിയാവിലെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും മറയുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഈ ദുനിയാവ് കഴിഞ്ഞ് നാളെ ബർസഖിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെടുമ്പോൾ അത് വലിയ ഒരു മറയുടെ ലോകമാണ്. ആ ബർസഖി ലോകത്ത് തന്നെയും മറയുണ്ട്. ഇപ്പൊ ഒരു നല്ല ഒരു ആത്മാവാണ് ഒരു ഖബറിൽ കിടക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് ഒരു അരടി, ദുനിയാവിന്റെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അരടിയ വ്യത്യാസമുള്ളൂ. പക്ഷേ ബർസഖി ലോകത്തിന്റെ വ്യവസ്ഥയിൽ അത് വിശാലമായ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് നല്ല ആളാണെങ്കിൽ അയാളുടെ കണ്ണെത്തും ദൂരത്ത് വരെ മലക്കുകൾ കാണുന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തേക്ക് പോകും. അപ്പൊ നമ്മളെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്. ഈ ദുനിയാവിത്തെ വ്യവസ്ഥ വെച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുക, അതിപ്പോ എങ്ങനെയാണ്ട് പോകും, ആകെ 6 അടിയല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചതിൽ അർത്ഥമല്ല. കാരണം അത് ദുനിയാവിലെ വ്യവസ്ഥയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബർസഖി ലോകത്ത് വേറെ വ്യവസ്ഥയാണ്, വേറെ കാഴ്ചയാണ്, വേറെ കേൾവിയാണ്, വേറെ അനുഭവങ്ങളാണ്. അവിടെ ഒന്നും വേറെയാണ്, എല്ലാം വേറെയാണ്. നമ്മളൊന്നും ഈ ലോകത്തെ കാര്യങ്ങളുമായി പരലോകവുമായി ബന്ധപ്പെടുത്താൻ പാടില്ല. വിഡ്ഢിത്തരമാണ്. അവിടുത്തെ വ്യവസ്ഥയെ മറ്റൊന്നാണ്, അവിടുത്തെ ക്രമങ്ങളെ വേറെ ഒന്നാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ കിടക്കുമ്പോൾ നല്ല സൗന്ദര്യ രൂപത്തിൽ സുമുഖനായി ഒരാൾ കടന്നു വരും. ഖബറിൽ കിടക്കുന്ന വ്യക്തി ചോദിക്കും, നീ ആരാണ്? അയാൾ പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ ഇത് സ്വാലിഹായ നല്ല കർമ്മങ്ങളാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുക, നല്ല കർമ്മങ്ങൾ എങ്ങനെ ഇപ്പൊ മനുഷ്യന്റെ കോലത്തിൽ ഇങ്ങനെ വരിക? എന്താ? നമുക്കത് പരിചയമില്ല, ഈ ലോകത്ത് നമുക്കത് അറിയില്ല, അതുകൊണ്ടാണ് നമുക്ക് പരിചയമില്ലാത്തത്. പക്ഷേ ബർസഖി ലോകത്ത് വേറൊരു വ്യവസ്ഥയാണ്, അവിടെ വരും. വേറെ ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ മോശപ്പെട്ട, കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന കോലത്തിൽ ഖബറിൽ ചില ആളുകൾ വരും. അപ്പൊ ചോദിക്കും, നീ ആരാ? ഞാൻ നിന്റെ മോശപ്പെട്ട പ്രവർത്തനമാണ്. അവിടെ നോക്കൂ, പ്രവർത്തനങ്ങൾ തന്നെ ഇങ്ങനെ കടന്നു വരികയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റണില്ല. കാരണം നമ്മൾ കണ്ടതും പരിചയിച്ചതും മനസ്സിലാക്കിയതും ഈ ദുനിയാവിലത്തെ ക്രമം, ദുനിയാവിലെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ബർസഖി ലോകം പൂർണ്ണമായും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലൗ സമിഅൽ ഇൻസാനു ലസഇഖ്, അവിടെ ആളുകൾ അനുഭവിക്കുന്ന വേദനയും അട്ടഹാസവും നിങ്ങൾ കേട്ട ബോധം കെട്ടു വീഴുന്നു. അതിന് മാത്രം ഒച്ചുണ്ടാവുന്ന പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവിടെ അനുഭവിക്കുന്ന വേദനകൾ അതെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഖബറടക്കാൻ തന്നെ ഒരാളും വരില്ല എന്നാ. പേടിച്ചിട്ട് നിങ്ങൾ ആ ഭാഗത്ത് തന്നെ വരൂല. കാരണം ആ രൂപത്തിലാണ്. ഖുർആൻ പറഞ്ഞാണ്, നിഷേധിക്കാൻ പറ്റുമോ? മലക്കുകൾ കാഫിരീങ്ങളുടെ, മുനാഫിക്കീങ്ങളുടെ, ഫുജാറുകളുടെ ആത്മാക്കളെ പിടികൂടുന്ന സമയത്ത് അവരുടെ ദുബറുകളിൽ പിൻഭാഗത്തും അവരുടെ മുഖത്തും അടിക്കുന്നുണ്ട്. ഇത് മരിക്കുന്ന സമയത്ത് നടക്കുന്ന സംഭവം. നമ്മൾ ആരെയും കാണുന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ അയാളിങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോഴേക്കും ചില ആൾക്കാർ മരിച്ചു പോവുക. അപ്പൊ അത് യഥാർത്ഥത്തിൽ നല്ല ആത്മാവല്ല എങ്കിൽ അവർക്ക് അടി കിട്ടുന്നുണ്ട്, അവരത് അനുഭവിക്കുന്നുണ്ട്, നമുക്ക് കാണൂല. കാരണം എന്തേ? നമ്മുടെ മുമ്പിൽ ഒരു മറ കിട്ടും. അയാളുടെ ആ ദുനിയാവിലെ മറ മാറി വേറൊരു മറ തുറക്കപ്പെട്ടു, ബർസഖി ലോകത്തേക്കുള്ള മറ. അയാൾ അത് അനുഭവിക്കാൻ തുടങ്ങി. പിന്നെ ഈ ദുനിയാവത്തൊന്നും അയാൾക്ക് കാണാൻ കഴിയും. അതാണ് ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏതായാലും ബർസഖി ലോകത്ത് ഒന്നുകിൽ സുഖവും സന്തോഷവും, അല്ലെങ്കിൽ പ്രയാസവും ദുഃഖകരവും വ്യസനയും വ്യതയുമായിരിക്കും അയാൾക്കുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിലെ വളരെ ഒരു പൂന്തോപ്പിൽ ജീവിക്കുന്ന പോലെ അയാൾക്ക് ജീവിക്കാം, അല്ലെങ്കിലോ ഹുഫ്റും മിൻ ഹുഫ്രിൻ നീറാൻ, നരകത്തിലെ കുടിയായിരിക്കും അയാൾക്കുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ബർസഖി ലോകത്ത് തന്നെ മറകളുണ്ട് സഹോദരന്മാർ. ഇപ്പോ ഒരു ഖബറിൽ കിടക്കുന്നത് നല്ല ആളാണെങ്കിൽ അയാൾക്ക് സ്വർഗലോകത്തുള്ള കാഴ്ചകൾ അയാൾക്ക് തുറക്കപ്പെടും.
അവിടെ നിന്നുള്ള സുഗന്ധങ്ങൾ അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെങ്ങനെ? അത് നമുക്കറിയില്ല. അത് വ്യവസ്ഥ വേറെയാണ്. തൊട്ടടുത്തുള്ള ആള് ഒരു ചീത്ത ആത്മാവാണെങ്കിൽ അയാൾക്ക് നരകത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണിക്കപ്പെടും. അയാൾ അനുഭവിക്കാനുള്ള വേദനകളുടെ ആഴം മനസ്സിലാകാൻ മുമ്പേ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും. ഖുർആനിലുള്ളതാണ്. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ. വൈകുന്നേരവും രാവിലെയും അവർക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആഖിറത്തിലാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം തൊട്ടടുത്ത ആയത്ത് എന്താ? വയൗമ തഖൂമു സാഅത്ത് അഥവാ അന്ത്യനാള് സംഭവിക്കുന്ന ദിവസം അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, അതിനേക്കാൾ വേദനയേറിയ കടുത്ത ശിക്ഷയിലേക്ക് അവർ പ്രവേശിപ്പിക്കും. അപ്പൊ പരലോകത്ത് എത്തിയിട്ടില്ല, അതിന് മുമ്പുള്ള കാഴ്ചയാണ്. അപ്പൊ എന്താ? ബർസഖി ലോകത്ത് നരകം കാണിക്കപ്പെടുന്നുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ സഹോദരന്മാർ അതെങ്ങനെ കാണിക്കുക? അപ്പോ രണ്ട് ഖബറുകൾ അരടി വ്യത്യാസമുള്ളൂ എങ്കിലും ഒന്നുകിൽ ചിലപ്പോൾ ഒരു ഖബറിൽ സ്വർഗലോകത്തെ എല്ലാ അനുഭവങ്ങളും അയാൾക്ക് അനുഭവിക്കാൻ കഴിയും. അവിടുത്തെ വ്യവസ്ഥ എങ്ങനെയാണ്? ചില ആളുകൾ, അയാൾ മോശപ്പെട്ട ആത്മാവാണെങ്കിൽ അയാൾ നരകത്തിലെ കാഴ്ചകൾ കാണും. കാരണം അവിടുത്തെ വ്യവസ്ഥ അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് സഹോദരന്മാരെ, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ, പുനർജന്മമല്ല. ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരാനുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അതിലേക്ക് നിങ്ങൾ മടങ്ങും. മിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ, മറ്റൊരിക്കൽ നിങ്ങളെ ആ മണ്ണിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അത് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ആ സമയം ആയി കഴിഞ്ഞാൽ അള്ളാഹു കൊണ്ടുവരികയാണ്. പിന്നീട് അതോടുകൂടി നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പാർപ്പിക്കപ്പെടുന്നു. അതാണ് ആലമുൽ ആഖിറ എന്ന് നമ്മൾ പറയാറുള്ള പരലോക ജീവിതം. അവിടേക്ക് നമ്മൾ പ്രവേശിപ്പിക്കപ്പെടുന്നു. അവിടെ വെച്ച് നേരത്തെ വേർപിരിഞ്ഞ അല്ലെ, മരണത്തോടു കൂടി ശരീരവും ആത്മാവും വേറായി എന്ന് പറഞ്ഞു. പിന്നെ അതാ ആലമുൽ ആഖിറത്തിലെത്തുമ്പോൾ വേർപിരിഞ്ഞ ആത്മാവും ശരീരവും വീണ്ടും യോജിക്കുകയാണ്. അപ്പൊ ആദ്യം ആത്മാവ് മാത്രം, പിന്നെ ഗർഭത്തിൽ വെച്ച് രണ്ടും വീണ്ടും കൂടിച്ചേരും. മരണത്തോടു കൂടി അത് വീണ്ടും വേർപിരിയും. പിന്നെ ആലമുൽ ആഖിറത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ വീണ്ടും അത് കൂടിച്ചേരുന്നു, ഒത്തുചേരുന്നു. അങ്ങനെയാണ് ആലമുൽ ആഖിറയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്നർത്ഥം. അതിനെക്കുറിച്ചും അള്ളാഹു സൂറത്തുൽ ഖാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹു വഇൻദനാ കിതാബുൻ ഹഫീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരിൽ നിന്ന് ഭൂമി ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് നാം അറിയുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിനെ നമ്മൾ ഭൂമിയിലേക്കാണ് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരം കുറച്ച് ദിവസം ഇല്ലാതായി പിന്നെ ഒന്നും അല്ലാതായി മാറും. അള്ളാഹ് പറയാണ് ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും, അതിൽ നിന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് ഭൂമി എന്താണ് കുറച്ചു കൊണ്ടുവരുന്നത്, ഭൂമി തിന്നുന്നത് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. നാം അതിനെ തിരിച്ചു കൊണ്ടുവരും. വഇൻദനാ കിതാബുൻ ഹഫീദ്, കൃത്യമായ രേഖ നമ്മുടെ കൈകളിൽ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അത് എപ്പോഴാണ് തിരിച്ചു വരിക? ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ 2 ഊത്തുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഊത്തിൽ ലോകത്തിന് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും മരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വനുഫിഖ ഫിസ്സൂർ, സൂറെന്ന കാഹളത്തിൽ അങ്ങ് ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ലോകത്തുള്ള എല്ലാവരും ബോധം കെട്ടുവിടും, മരിച്ചു വീഴും എന്നർത്ഥം. ഫസഇഖ മൻ ഫിസ് സമാവാത് വമൻ ഫിൽ അർദ്, ആകാശത്തുള്ളവരും മരിച്ചു വീഴും, ഭൂമിയിലുള്ളവരും മരിച്ചു വീഴും. എപ്പോൾ? ഒന്നാമത്തെ ഊത്തിൽ. അള്ളാഹ് ബാക്കി പറഞ്ഞു ഇല്ലാ മൻ ഷാ അല്ലാഹ്, എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ ഒഴികെ. അതാരാണ്? പണ്ഡിതന്മാർ കുറെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ഹദീസ് ആ വിഷയത്തിൽ കാണാൻ പറ്റും. അതിൽ ചില ദുഅഫുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ആയത്തിനെ വിശദീകരിച്ച് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പ്രധാനമായും ഈ ഒരു ഹദീസാണ് കൊണ്ടുവന്നത്. ആരാണ് ഒന്നാമത്തെ ഊത്തൂതിയാലും അവിടെ ബാക്കിയാകുന്ന ചില ആളുകൾ ഒരു ഹദീസിൽ കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇനി ആരാണ് ബാക്കിയുള്ളത്? തുറന്ന കാലത്തിൽ ഇസ്രാഫീൽ ഊതി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ബാക്കിയാവും. ആരാ ബാക്കിയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഇസ്രാഫീൽ മറുപടി പറയും, ജിബ്രീൽ ബാക്കിയുണ്ട്, മീകായിൽ ബാക്കിയുണ്ട്,
ഇസ്രാഫീൽ ബാക്കിയുണ്ട്, മലക്കുൽ മൗത്തും ബാക്കിയുണ്ടെന്നാണ്. അപ്പൊ റബ്ബ് ചോദിക്കും, എങ്കിൽ എല്ലാവരും മരിച്ചേ തീരൂ. മലക്കുൽ മൗത്തിനോട് എല്ലാവരുടെ ആത്മാക്കളെയും പിടിക്കാൻ പറയും. അങ്ങനെ എല്ലാവരുടെ ആത്മാക്കളെയും, ജിബ്രീലിന്റെയും ഇസ്രാഫീലിന്റെയും മീകായിലിന്റെയും എല്ലാവരെയും മരിപ്പിക്കും. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, ഇനി ആരാണ് ബാക്കിയുള്ളത്? അപ്പോൾ അവിടുന്ന് മറുപടി പറയും, അല്ലാഹു അർഹമുർ റഹീമായ നീയും പിന്നെ ഞാനും മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് മലക്കുൽ മൗത്ത് മറുപടി പറയുമെന്നാണ്. അപ്പൊ റബ്ബ് പറയും, നീയും മരിച്ചേ തീരും. അങ്ങനെ അതാ മലക്കുൽ മൗത്തും അവിടെ മരിച്ചു വീഴുന്നു. അങ്ങനെ ഈ ലോകത്ത് മഖ്ലൂഖായ സകല പടപ്പുകളും മരിച്ചു വീണ് ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് മാത്രം ബാക്കിയാകുന്ന ഒരു നിമിഷം കടന്നു വരാൻ. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഖാലിഖായ മുദബ്ബിറായ ഖഹാറായ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ബാക്കിയാകും. ബാക്കി എല്ലാവരും ഈ ലോകത്തിൽ മരിച്ചു പോകും. അങ്ങനെ അതാ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീലിന് ജീവൻ കൊടുക്കുന്നു. ഇസ്രാഫീൽ ജനിക്കുന്നു. അങ്ങനെ രണ്ടാമത് ഒരു ഊത്തും കൂടി ഓടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, മറ്റൊരു ഊത്തും കൂടി ഇസ്രാഫീൽ ഊതുകയാണ്. അതോടുകൂടി ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാവരും അതാ എണീക്കുന്നു. അതിനെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. വനുഫിഖ ഫിസ്സൂർ ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ അങ്ങ് ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, തന്റെ റബ്ബിലേക്ക് അതാ അവരിങ്ങനെ കുതിച്ചു ചെല്ലുന്നതാണ്. ഫൈദാഹും മിനൽ അജ്ദാസി, അജ്ദാസുകളിൽ നിന്ന്, കുടിമാടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ അവരുടെ റബ്ബിലേക്ക് കുതിച്ചു ചെല്ലുന്നവരാണ്. ഖാലൂ, അവരൊക്കെ ഇങ്ങനെ പറയും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ ഈ ഉറക്കത്തിൽ നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലേ എന്ന് ബോധ്യപ്പെടുന്ന സമയമാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്തിന്റെ വാഗ്ദാനം സത്യമായിരുന്നു എന്ന് ആളുകളൊക്കെ മനസ്സിലാക്കുന്ന നിമിഷമാണത്. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, ഒരു വല്ലാത്ത ഘോരമായ ശബ്ദമങ്ങ് പിടിയുണ്ടാകുന്ന സമയം. ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ, നമ്മുടെ അടുക്കലതാ എല്ലാവരും ഹാദിറാക്കപ്പെടുന്ന സമയം. ഒരു ഘോരമായ ശബ്ദമുണ്ടാകുമ്പോൾ ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ, എല്ലാവരും നമ്മുടെ മുമ്പിൽ ഹാദിറാക്കപ്പെടുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈആ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, ഇന്ന് ഒരാളോടും അക്രമമില്ലാത്ത ദിവസം, ഒരാളോടും അനീതി ഇല്ലാത്ത ദിവസം. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, എന്താണോ, ആരൊക്കെയാണോ, എന്തൊക്കെയാണോ പ്രവർത്തിച്ചത് അതിനനുസൃതമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണിന്ന്. സഹോദരന്മാരെ, അതൊരു വല്ലാത്ത സമയമാണ്. എല്ലാവരും തന്റെ ഖബറുകളിൽ നിന്ന് എണീക്കുന്ന സമയം. യൗമൈദി യത്തബിഊന ദാഇയ ലാ ഇവജ ലഹു, സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യൗമൈദി യത്തബിഊന ദാഇയ, ഒരാൾ വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പുറപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. പരലോകത്തിന്റെ ഭീതിജനകമായ അവസ്ഥകളെ വിശദീകരിച്ച് എത്രയെത്ര ആയത്തുകൾ ഖുർആനിലുണ്ട്. യൗമൈദി യത്തബിഊന ദാഇയ, ഒരാളങ്ങ് വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് എല്ലാവരും പോകുന്നത് പോലെ അങ്ങനെ പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഹ ദാലികൽ യൗമുൽ ലദീ കാനൂ യൂഅദൂൻ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ്,
അജിദാത്തുകളിൽ നിന്ന്, കുടിമാടങ്ങളിൽ നിന്ന് ആളുകൾ എണീറ്റ് പുറപ്പെടുന്ന ഒരു ദിവസം. സിറാഅൻ കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ. ഒരു നാട്ടക്കുറിയിലേക്ക്, ഒരു നാട്ടക്കുറ്റിയിലേക്ക് ഒരു അടയാളം വെച്ചിട്ട് ആ അടയാളത്തിന് നേരെ കുതിച്ചു ചെല്ലുന്ന ആളുകൾ പോകുന്നത് പോലെ കുടിമാടങ്ങളിൽ നിന്ന് പരലോകത്തേക്ക് എണീറ്റ് പോകുന്ന മഹ്ശറ നാള് വരാനുണ്ട്. ഖാശിഅതൻ അബ്സാറുഹും, അന്നതാ അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ താണിരിക്കും. ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ താണിരിക്കും. തർഹഖുഹും ദില്ല, അവരുടെ അപമാനം ആവരണം ചെയ്തുകൊണ്ടിരിക്കും. ദാലികൽ യൗമുല്ലദീ കാനൂ യുഅദൂൻ, അതാണ് അല്ലാഹു വാഗ്ദാനം ചെയ്ത ദിവസം. ആ ലോകത്തേക്ക് അതാ ആലമുൽ ബർസഖിൽ നിന്ന് ആലമുൽ ആഖിറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് യൂഫിദൂൻ എന്നാണ്. സിറാഅൻ കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ. എന്താ ഈ യൂഫിദൂൻ എന്ന് പറഞ്ഞാൽ? ഫാദ എന്ന പദത്തിൽ നിന്നാണ് യൂഫിദൂൻ എന്ന പദം ഉണ്ടായത്. ഫാദ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ വെള്ളം ഒഴുകണീനാ പറയാം. അപ്പോൾ വെള്ളം ഒഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇപ്പൊ മഴവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ അതിൽ ഒരു തുള്ളി മാത്രം മേപ്പെട്ട് അങ്ങോട്ട് പോവല്ലോ. അതേപോലെ ഒരടയാളം വെച്ചിട്ട് ആ അടയാളത്തിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകും. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു അതേ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അഫീദു മിൻ ഹൈസു അഫാദന്നാസ്, ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നീ ഒഴുകുക എന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകുമ്പോൾ ഒരാൾക്ക് മാത്രം ഇങ്ങോട്ട് ഒഴുകാൻ പറ്റൂല. വെള്ളവും അങ്ങനെ തന്നെയാണ്. അതേപോലെ എല്ലാവരും ഒരു നാട്ടക്കുറിയെ ലക്ഷ്യമാക്കി, അടയാളത്തെ ലക്ഷ്യമാക്കി പുറപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഖുർആൻ മറ്റൊരു പ്രയോഗം നടത്തി, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി ഒരു പ്രകമ്പനം കൊണ്ടാൽ, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമി അതാ അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുന്ന ദിവസം. ഭാരങ്ങളെ പുറന്തള്ളാറ് എന്താ? ഭൂമിക്ക് കുറെ ഭാരമാണ്, മനുഷ്യന്മാരെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാനല്ലേ. ഭൂമിന്റെ പ്രത്യേകത എന്താ? അലം നജ്അലിൽ അർദ കിഫാത അഹ്യാഅൻ വ അംവാത. സൂറത്തുൽ മുർസലാത്തിലും സൂറത്തുൻ നബയിലും തുടങ്ങിയ പ്രയോഗങ്ങളുണ്ട്. അലം നജ്അലിൽ അർദ കിഫാത, ജീവിക്കുന്നവർക്ക് ഭൂമിയുടെ പുറത്തും മരിക്കുന്നവർക്ക് ഭൂമിയുടെ ഉള്ളിലും ജീവിക്കാൻ പാകത്തിന് അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചു. അതിൽ നിന്ന് അതിന്റെ ഭാരങ്ങളെ പുറത്തു തള്ളും അല്ലാഹു. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, തഖൽ അസ്ഖാൽ എന്ന് പറഞ്ഞ ഭാരങ്ങൾ, ഭൂമി അതാ അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുന്ന ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതിനെ നിഷേധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഉയർത്തെഴുന്നേൽപ്പില്ല, ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കുന്ന പറയാ. അങ്ങനെയല്ല സഹോദരന്മാർ, ഇഹലോകമുണ്ടെങ്കിൽ ഒരു പരലോകമുണ്ട്. തീർച്ചയായും അത് വന്നേ തീരൂ, എങ്കിലേ നീതി ഇവിടെ നടപ്പിലാകൂ. പണ്ടും അങ്ങനെ നിഷേധികൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് കൈവെള്ളയിൽ ഒരു എല്ല് പൊടിച്ചതിന്റെ കഷ്ണങ്ങൾ, അതിന്റെ പൊടികൾ ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഊതിക്കൊണ്ട് ചോദിച്ചു, ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം, ഈ പൊടി പാറിക്കളിക്കുന്ന ഈ പൊടിയാണോ വീണ്ടും സൃഷ്ടിക്കുമെന്ന് നീ പറയുന്നത്? ഖുൽ, നബിയെ നീ പ്രഖ്യാപിക്കുക, ഖുൽ യുഹ്യിഹല്ലദീ അൻശഅഹ അവ്വല മറ, അതിനാദ്യം ഉണ്ടാക്കിയവൻ ആരാണോ, ഏത് രൂപത്തിലാണോ അതുപോലെ അള്ളാഹു അത് പുനർജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൃപ്തി കിട്ടാൻ അള്ളാഹുവോട് ഒരു കാര്യം ചോദിച്ചത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, അള്ളാഹു എങ്ങനെ ഈ മരിച്ചവരെ ജീവിപ്പിക്കുക, ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു ചോദിച്ചു, ഖാല അവലം തുഅ്മിൻ, എന്താ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല ബല, വിശ്വാസമുണ്ട്, വലാകിൻ ലിയത്മഇന്ന ഖൽബി, മനസ്സിനൊന്ന് തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഞാൻ ചോദിച്ചത് എന്ന്. അപ്പൊ അള്ളാഹ് പറയും, ഖാല ഫഖുദ് അർബഅതൻ മിനത് ത്വയ്ർ ഫസുർഹുന്ന ഇലൈക് സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ, എന്ത് ചെയ്യാ? 4 പക്ഷികളെ 4 മലകളിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ 4 പക്ഷികളെ കൊണ്ട്, എന്നിട്ടോ ഫസുർഹുന്ന ഇലൈക്, അതിനെയൊക്കെ അറുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് അതിന്റെ ഓരോ ഇറച്ചി കഷ്ണങ്ങൾ ആ 4 മലമടക്കളിൽ കൊണ്ടുവെക്കാൻ പറയും. എന്നിട്ട് ആ പക്ഷികളെ നീ ഒന്ന് വിളിച്ചു നോക്കൂ, അത് പാറി വരുന്നത് നിനക്ക് കാണാം. ലൈവായിട്ട് അള്ളാഹു കാണിച്ചു കൊടുത്തു. അങ്ങനെ ലൈവായി പുനർജീവിപ്പിച്ച സംഭവങ്ങൾ ഖുർആനിൽ 3 തവണ സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു വ്യത്യസ്ത സംഭവങ്ങൾ വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. സഹോദരന്മാരെ, അക്കാലഘട്ടത്തിലെ നിഷേധിച്ചവരും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുമുണ്ട്. ഇന്നും നിഷേധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ സഹോദരന്മാരെ, അത് നിഷേധിക്കാൻ അതെന്തായാലും കടന്നു വന്നേ തീരും. മരണമുണ്ടെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ശരീരവും ആത്മാവും ഒന്നിച്ചു വീണ്ടും പ്രയാണം തുടരും. എല്ലാവരും മഹ്ശറ ലോകത്തെത്തും എത്തും. ഉടുതുണിയില്ലാതെ ഖുറാത്തൻ ഹുഫാത്തൻ ഗുർല, കാലിൽ ചെരുപ്പ് ധരിക്കാതെ വസ്ത്രം ധരിക്കാത്തവരായി ചേലാകർമ്മം ചെയ്യാത്തവരായി എല്ലാവരും അവിടെ എത്തും. ആയിഷ ബീവി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം കാണൂലേ എന്ന്. ശേഷം പറഞ്ഞു, കാര്യം അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലായിരിക്കും. ഇയാവ് തന്നെ അങ്ങനത്തെ അവസ്ഥ ഉണ്ട് അല്ലേ? ഒരു പെണ്ണ് ആക്സിഡന്റ് ആയി വീണാൽ ഓളെ നഗ്ന നോക്കാൻ നോക്കും ആരെങ്കിലും. അതിനെക്കാട്ടിയും കാര്യം എന്താ? അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദുനിയാവിലെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ബേജാറും പേടിയും ആളുകൾക്കുണ്ടെങ്കിൽ പിന്നെ നഫ്സി 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 യാ നഫ്സി വലഖദ് ജിഅ്തുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്കായി വരുന്ന ഒരു ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി. മക്കൾ വേണ്ട, ഭാര്യ വേണ്ട, ആരും വേണ്ട, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ദിവസം. ഭീകരമായ അവസ്ഥയായിരിക്കും അന്ന്. അങ്ങനത്തെ ചിന്ത ഒന്നും ആർക്കും ഉണ്ടാവില്ല. മഹ്ശറ എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിച്ച പോലെയല്ല. പല ആളുകളും നിസ്സാരമായിട്ട് പെട്ടിട്ട്, സ്ത്രീകളൊക്കെ എന്തെങ്കിലും സംസാരത്ത് കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ മഹ്ശറി കാണാം. ഇങ്ങനെ മഹ്ശറി കാണാൻ അങ്ങനെ സിമ്പിളായ ലോകല്ല. അന്ന് സംസാരിക്കാൻ പോലും പെർമിഷൻ വേണം. ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ പെർമിഷൻ കൂടാതെ സംസാരിക്കാൻ പോലും പറ്റൂല. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു, വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ശബ്ദങ്ങൾ കീഴൊതുങ്ങുന്ന ദിവസമാണ്. ഫലാ തസ്മഉ ഇല്ലാ ഹംസ. ചില നെടുവീർപ്പലുകളും ശ്വാസവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിശ്വാസങ്ങളല്ലാതെ വേറൊന്നും അവിടെ കേൾക്കില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കണം വേണമെങ്കിൽ പോലും പെർമിഷൻ ആവശ്യമാണ്. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബ. സൂറത്തുൻ നബൈൻ അവസാനത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ അന്ന് പെർമിഷൻ വേണം. ദാലികൽ യൗമുൽ ഹഖ്. അതൊരു ഹഖായ, വരാനുള്ള, തീർച്ചയായും ഉള്ള ഒരു ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം ഉണ്ടായേ തീരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. അവിടെ നമ്മൾ വിചാരണ ചെയ്യപ്പെടും. അവിടെ നമ്മുടെ അമലുകൾ തൂക്കും. വിശുദ്ധ ഖുർആനിൽ മീസാനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ മീസാൻ എന്നല്ല പ്രയോഗം, മവാസീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ മവാസിന്റെ ജംആണ്. ജംആകണമെങ്കിൽ 3 എണ്ണം വേണമല്ലോ. എങ്കിൽ സഹോദരന്മാരെ, നമ്മളെ തൂക്കും, നമ്മുടെ കർമ്മങ്ങൾ എഴുതി വെച്ച ഏടുകൾ തൂക്കും, നമ്മുടെ അമലുകളും തൂക്കും എന്നാണ്. എല്ലാം തൂക്കും. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. തീർച്ചയായും സഹോദരന്മാരെ, ഒരു നീതിയുടെ മവാസീൻ, ഒരു തുലാസ് അവിടെ വെക്കപ്പെടും. അന്ന് ഒരാളോടും അക്രമമുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശുദ്ധ ഖുർആൻ ഓതി പറഞ്ഞു, യുഅ്താ ബിർറജുലി സമീനിൽ അദീം. നല്ല തടിച്ച കൊഴുത്ത ഒരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. ഫലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ. അന്നൊരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും കനായാക്കുണ്ടാവില്ല. ദുനിയാവത്തെ വ്യവസ്ഥ അനുസരിച്ച് തടിയുള്ള ഒരാളെ ഒരു തുലാസിൽ വെച്ചാൽ തന്നെ താന്നു അല്ലേ? എങ്കിൽ പരലോകത്ത് തടിക്കും, ഇറച്ചിക്കും, എല്ലിനുമല്ല കനം. അന്ന് അമലിനായിരിക്കും കനം. അവിടുത്തെ വ്യവസ്ഥ, അവിടുത്തെ ക്രമം മറ്റൊന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഅ്തും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന എന്നുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ ഒരു മീസാൻ ഏതായാലും പരലോകത്ത് കടന്നു വരാനും അവിടെ ഒരു സിറാത്ത് ഉണ്ട്. ആരെത്ര നിഷേധിച്ചാലും നരകത്തിന്റെ മീതെ ഒരു സിറാത്ത് ഉണ്ട്. സിറാത്ത് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പാല, നമ്മളെ നാട്ടിൽ കാണുന്ന റോട്ടുമുള്ള പാലല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുടിയേക്കാൾ കട്ടി കുറഞ്ഞതാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുക, എങ്ങനെ ഇപ്പൊ മുടിയേക്കാൾ കട്ടിയുള്ളതിന് പുറത്ത് നമ്മൾ നടക്കാന്നാ? നമ്മളെ ഈ ദുനിയാവിലെ നമുക്ക് പരിചയമുള്ള പാലവുമായി പരലോകത്തെ പാലത്തിന് നമ്മൾ ഒരിക്കലും സഹോദരന്മാരെ കണക്കൂട്ടാൻ പാടില്ല. അത് നമ്മളെ ബുദ്ധിയുടെ കുറവാണ്. ആത്മാക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ ദുനിയാവിത്തെ വ്യവസ്ഥവുമായി ചിന്തിക്കാൻ പാടില്ല. കാരണം ഖുർആനിൽ തന്നെ പ്രയോഗം നോക്കൂ നിങ്ങൾ. വയസ്അലൂനക അനിർ റൂഹ്. റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അതിനെക്കുറിച്ചുള്ള അറിവ് റബ്ബിന്റെ അടുത്ത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്നാണ്.
ആളുകൾക്ക് കുറച്ച് ഇൽമ ഈ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് ഇൽമില്ല ആ വിഷയത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്, നമുക്ക് നമ്മുടെ ബുദ്ധി കൊടുത്ത് ആലോചിക്കാൻ കഴിയാത്തതും ചില ആളുകൾ അഖലാനിയത്ത് കയറി നിഷേധിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ വ്യവസ്ഥ മറ്റൊന്നാണ് എന്നർത്ഥം. അവിടെ സിറാത്തിന്റെ മേലെ ചില ആളുകൾ കുതിരയുടെ വേഗത്തിൽ കടന്നു പോകും, ചില ആളുകൾ കണ്ണിമ വെട്ടുന്ന നേരത്ത് കടന്നു പോകും, ചില ആളുകളോ അവിടെ നിന്ന് വീണും എണീറ്റും നിന്നും നടന്നും ചെറിയ കുട്ടികൾ നടക്കുന്നത് പോലെ നടന്നു പോകും, ചില ആളുകൾ പകുതി വെച്ച് നരകത്തിലേക്ക് വീഴും. ഇതൊക്കെ ഉള്ളതാണ്, ഹക്കാണ് സഹോദരന്മാരെ. അത് കഴിഞ്ഞ് അവിടെ ഷഫാഅത്തുകളുണ്ട്, അവിടെ സ്വർഗങ്ങളുണ്ട്, നരകങ്ങളുണ്ട്. ഫരീഖുൻ ഫിൽ ജന്നതി വഫരീഖുൻ ഫിസ് സഈർ. ചില ആളുകൾ കാലാകാലം സ്വർഗത്തിൽ, ചില ആളുകൾ കാലാകാലം നരകത്തിൽ. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 4 ലോകത്തിലൂടെയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം. ആലമുൽ അർവാഹിൽ തുടങ്ങി ആലമുൽ ദുനിയയിലെത്തി ആലമുൽ ബർസഖിലേക്ക് കടന്ന് ആലമുൽ ആഖിറ എന്ന വിശാലമായ അനന്തമായ ഒരു ലോകമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതാകണം ലക്ഷ്യം. ഈ കുറഞ്ഞ കാലഘട്ടമുള്ള ആലമുൽ ദുനിയയല്ല നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇബ്നു സമ്മാക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒറ്റ വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദുന്യാ കുല്ലുഹാ ഖലീൽ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുഴുവെടുത്താൽ പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതലെടുത്ത് ഇനി അന്ത്യനാൾ വരെ മുഴുവെടുത്താൽ തന്നെ പരലോകത്തെ അപേക്ഷിച്ചത് കുറച്ചേ ഉള്ളൂ. വല്ലദീ ബഖിയ മിൻഹാ ഖലീലുൻ വല്ലദീ ലക മിനൽ ബാഖി ഖലീലുൻ വലം യബ്ഖ മിൻ ഖലീലിക ഇല്ലാ ഖലീലുൻ. അദ്ദുന്യാ കുല്ലുഹാ ഖലീൽ. ദുനിയാവ് മുഴുവെടുത്താൽ തന്നെ കുറച്ചേ ഉള്ളൂ. വല്ലദീ ബഖിയ മിൻഹാ ഖലീലുൻ. അതിൽ നിന്ന് തന്നെ കുറേ കാലം കഴിഞ്ഞു പോയില്ലേ. അവസാനത്തെ നബിയും വന്ന് അതും 1400 വർഷമായി. ഇനി ബാക്കിയുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. വല്ലദീ ലക മിനൽ ബാഖി ഖലീലുൻ. നീ അന്ത്യനാൾ വരെ ഉണ്ടാവോ? അതിൽ എന്റെ ജീവിതം തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. വലം യബ്ഖ മിൻ ഖലീലിക ഇല്ലാ ഖലീലുൻ. നിന്റെ ജീവിതത്തിന് തന്നെ 50ഉം 60ഉം അല്ലെങ്കിൽ 30ഉം 40ഉം ഒക്കെ കഴിയും. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? അതുകൊണ്ട് അറ്റമില്ലാത്ത അനന്തമായ ഇവിടത്തെ 50,000 വർഷമാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് ഖുർആൻ 2 അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിശാലമായ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുക എന്നതാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. സ്വർഗമാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കടം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളും സഹോദരന്മാരുണ്ട്. അള്ളാഹു എല്ലാവരുടെ പ്രയാസവും എത്രയും പെട്ടെന്ന് കൊടുക്കണമേ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നു. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ഉസ്താദ്മാർ, നേതാക്കന്മാർ, ഒരുപാട് ആളുകൾ തൊട്ട് പിരിഞ്ഞുപോയി. അള്ളാഹു എല്ലാവരുടെ ഖബറിടവും വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണം. അള്ളാഹു المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين.